ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയ്ക്ക് ചുറ്റും ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുരന്ത മുഖത്തെ അതിജീവിക്കുവാൻ ശ്രമിക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപിതാവിൻ്റെ കരങ്ങളിൽ അച്ഛനെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ധ്യാനത്തിലുടനീളം, ആരാധനയിലുടനീളം നീ ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ വന്ന് നിറയുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അധികം തീക്ഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിനുള്ള അധിക കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെയും, അവരുടെ കുടുംബങ്ങളെയും, സ്ഥാപനങ്ങളെയും, വ്യക്തിപരമായിട്ടുള്ള ഓരോ നിയോഗങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ, നൊമ്പരങ്ങളെയെല്ലാം നമുക്ക് ഈ അൾത്താരയിൽ അവർക്ക് വേണ്ടി ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ 2020 മുതൽ ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ സമയങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ ദൈവമക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പ്രത്യേകമായ നിയോഗങ്ങളെ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ ശക്തമായി സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയേ, നിന്റെ ശക്തി, മഹത്വം ഈ ആലയത്തിൽ ഈ സമയം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം, ദൈവമാതാവിനോടൊപ്പം സെഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മ ശക്തി അഗ്നിയുടെ രൂപത്തിൽ അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്കും ആത്മാവിന്റെ ശക്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിനക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈശോയെ ഈ സമയം ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ച ആശ്രയിച്ച ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തെ
ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ എല്ലാ സൗഖ്യങ്ങൾക്കും നന്ദി കർത്താവേ, എല്ലാ ജീവിതത്തിന്റെ ഇടപെടലുകൾക്ക് നന്ദി കർത്താവേ, അവിടുത്തെ സംരക്ഷണത്തിന് നന്ദി കർത്താവേ, വിജയത്തിന് നന്ദി കർത്താവേ, സമാധാനത്തിന് നന്ദി കർത്താവേ. യേശുവേ സ്തുതി, ആരാധന 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 സ്തുതി ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. അവിടുത്തെ സംരക്ഷണയാ ഞങ്ങളെ നയിക്കണമേ. രോഗക്ലേശങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകണമേ. അച്ഛന്റെ അധരങ്ങളിലൂടെ ദൈവികമായ സന്ദേശങ്ങളെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, സ്തുതി കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. സ്തുതി, ആരാധന മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൂമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിൻ്റെ തിരു സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. പി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ഷാനി. പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ് മിനി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലാണുള്ളത്. ഞാൻ പഠിച്ചത് BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻ്റ് ആയിരുന്നു. 2020 തൊട്ട് 2023 ജനുവരി വരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം 17, 2023 എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ
കൊടുത്തിരുന്നു. IELTS എഴുതാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. UK, കാനഡ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ IELTSന് മുന്നേ എടുക്കുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ഒക്ടോബർ 27, 2023 ഉടമ്പടി എടുത്തു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല, പോയിൻ്റ് 1 മാർക്ക് കുറവുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ UK-യും കാനഡയും ഓരോ റൂളും മാറ്റിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ എനിക്കിവിടെ അമ്മ അത്ഭുതം കാട്ടി തന്നു. 27 ഒക്ടോബർ 2023 രാത്രി 9:30 ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയായിരുന്നു. ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അന്നുള്ളത്. അങ്ങനെ വീഡിയോ കോളിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അന്ന് രാവിലെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം 6 മണിയായി അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ തലവേദന കാരണം ഞാനിവിടെ അമ്മയുടെ തൈലം എടുത്ത് എൻ്റെ നെറ്റിയുടെ 2 സൈഡും തൂക്കുകയുണ്ടായി. അപ്പോൾ ഹസ്ബൻഡിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ് ഉടമ്പടി എടുത്തേക്കുന്നത്, കാര്യങ്ങളെല്ലാം പള്ളിയിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ എന്നെ നെറ്റിയിൽ പെട്ടെന്നൊരു കുരിശ് കാണുകയും മാതാവിനെയും മുൾക്കിരീടം വെച്ച യേശുവിനെയും ഞാൻ കാണാനിടയായി. ഹസ്ബൻഡ് അത് സ്ക്രീൻഷോട്ട് എടുത്തു. അത് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ആക്കിയിട്ടിരുന്നു. ആദ്യം എനിക്ക് ഭയങ്കര കരച്ചിലും പേടിയോ എന്തൊക്കെയോ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അതിനോട് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെയും ഇങ്ങനെ കാണാൻ വേണ്ടി, ഓരോ അടയാളങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കൃപാസനം വന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ നടയിൽ നിന്നൊരു പിടി മണ്ണ് എടുത്തിട്ട് പോയിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ ആ മണ്ണ് എടുത്ത് വെച്ചതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഓരോ അത്ഭുതങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. കുരിശ്, മാതാവ് ഉണ്ണിയേശുവിനെ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്നത്, യേശു അപ്പച്ചനെയും ഓരോ ഡേറ്റും എല്ലാം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് പിന്നീട് കാണാൻ വേണ്ടിയും ഞാനിങ്ങനെ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും. ഓരോ അടയാളങ്ങൾ കാട്ടി തരുമ്പോഴും എന്നാലും എനിക്ക് UK-യിലെയും കാനഡയിലെയും എനിക്കൊന്നും ശരിയാകാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ചോദിച്ചു, എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നീ എല്ലാ അടയാളങ്ങളും എനിക്ക് തന്നു, എന്നിട്ടെന്താ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കുടുംബത്തിൽ നിന്നും ഓരോ റിലേറ്റീവ്സിൻ്റെ വകയും എനിക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വന്നു. നിൻ്റെ നെറ്റിയിലെ കുരിശ് എവിടെയെന്നും ചോദിച്ചു. പിന്നെ നീ വിശുദ്ധയാണോ എന്നും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് 21 ഡിസംബർ 2023 അന്ന് ഇങ്ങനെ ചോദിച്ച് കഴിഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എൻ്റെ കൈ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുഞ്ഞി കുരിശ് എൻ്റെ കയ്യിൽ ഉണ്ടായി. അതിതുവരെ മാഞ്ഞു പോയിട്ടില്ല. ഞാനത് പറയും, റിലേറ്റീവ്സൊക്കെ പറയാനും മറകാന്ന്. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. എന്നെ അമ്മയെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലോ ഒക്കെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, കരയും. എനിക്ക് അതങ്ങനെ ഇഷ്ടം ഉണ്ടായില്ല. ആരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കെ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല. ഞാൻ ഓർത്തഡോക്സിയുടെ വകയിൽ അംഗമാണ്. കെട്ടിച്ചേക്കണത് യാക്കോബായയിലാണ്. കൊന്ത ചൊല്ലാൻ എനിക്കറിയില്ല. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കൊന്ത ചൊല്ലുന്നതും എല്ലാം. അതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നീ തിരുരക്ത ജപമാല ചൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുരക്ത ജപമാല ആദ്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞ് കൊന്തയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഡോട്ടായിട്ടൊരു ബ്ലഡ് കോട്ട് കണ്ടു. ഞാൻ ഒന്നും കൂടെ തൊട്ട് നോക്കി. അപ്പോഴും എൻ്റെ കയ്യിലൊരു കട്ട പോലെയാണ് വന്നത്. അത് ഞാൻ ഫോണിലെല്ലാം ഫോട്ടോ എടുത്തു. എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഫോട്ടോ എടുത്തു. ഇതിൻ്റെ ഇടയിൽ IELTS എക്സാമിന് മുന്നേ ഞാൻ ജോസഫച്ചനെ കാണാൻ പ്രയറിന് വേണ്ടിയിട്ട് വന്നു. ജോസഫച്ചനെ ഒന്ന് ഈ ഫോട്ടോ കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ.
അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ കൊണ്ട് കാണിക്കാൻ നേരം IELTS പ്രയറും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് മുഖത്തിങ്ങനെ തട്ടിക്കിട്ട് അച്ഛൻ ചിരിച്ചിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരുപാട് അടയാളങ്ങളും കാര്യങ്ങളും എനിക്ക് കാണിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയോ ഇടിക്കുകയൊന്നുമില്ല. ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പ്രാർത്ഥനയും കുമ്പസാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഡിസംബർ മാസം 11, 2024 എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അതിന് സെലക്റ്റായി. അത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റൗണ്ട് ഉണ്ടായിരുന്നു. ജനുവരി മാസം 29, 2025 ഫൈനൽ ഇൻ്റർവ്യൂവും പാസ്സായി. എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഓൺലൈനായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് അവരായിരുന്നു. അവർക്ക് 2 പേർക്കും കിട്ടിയിട്ടില്ല. എന്തോ എന്നെക്കാളും നല്ല വൃത്തിക്ക് ജോലി എടുക്കുന്നതും എല്ലാം ആയിട്ടുള്ളവരായിരുന്നു അവരും. അവർക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കൃപാസന അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതെടുത്ത് മുന്നിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ തൈലം, ഉപ്പ് എല്ലാം ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രോഗികൾക്കുണ്ടെങ്കിൽ അത് തൈലമാണെങ്കിൽ പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആൾക്കാർക്ക് തേച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം കുവൈറ്റിൽ വിസ സ്റ്റാമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞ് അടുത്ത ആഴ്ച പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടും. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. പാസ്പോർട്ട് അങ്ങോട്ടേക്കാണ് അയച്ചേക്കണത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരായതും കൊണ്ട് എനിക്ക് ദൂരെ കണ്ണൂർ പത്തനംതിട്ട പോയി വരാൻ ഒരു ദിവസം 12 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ വന്ന് സാക്ഷ്യം പറയുന്നത്. പിന്നെ ഞാൻ പത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട്. ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, പള്ളികളിൽ ഒക്കെ കൊടുക്കാറുണ്ട്. ചിലർ റിജക്റ്റ് ചെയ്യും, എന്നിരുന്നാലും കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. പിന്നെ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ആഹാരം വാങ്ങി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ കൃപ കൊണ്ടാണ് എനിക്ക് നല്ലൊരു ജോലി ഇപ്പം കിട്ടിയേക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തു തന്ന എൻ്റെ കൃപാസനമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി ജോയി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് 2022 ജൂണിലാണ്. അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഐശ്വര്യപൂർണ്ണമായ ഭാവിയെന്നാണ്. 2023 സെപ്റ്റംബർ 25 ഞാൻ ഉടമ്പടി എടുത്തു. ഞാനപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ പുറത്തു പോകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 2024 ഏപ്രിലിൽ ഞാൻ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നം കാണുകയാണ്. 3 പ്രാവശ്യം മാതാവിൻ്റെ ഫോട്ടോ നിൻ്റെ മുന്നിൽ വീഴുമെന്ന്. അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. അങ്ങനെ പിറ്റത്തെ ദിവസം ആദ്യം എൻ്റെ കൈ തട്ടി മാതാവിൻ്റെ ഫോട്ടോ വീണു എൻ്റെ മുന്നിൽ. 2ാമത്തെ ദിവസം ജനലിൽ നിന്ന് കാറ്റടിച്ചിട്ട് മാതാവിൻ്റെ ഫോട്ടോ വീണു. അപ്പോൾ 3ാമത്തെ ദിവസം ഞാനിതെല്ലാം ശ്രദ്ധിച്ചു വെച്ചു. അപ്പം മമ്മിയുടെ റൂമിൽ നിന്ന് എൻ്റെ മുന്നിൽ കറക്റ്റ് ഫോട്ടോ വീഴുകയാണ്. അന്ന് തൊട്ട് ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു എൻ്റെ. കുറേ കരഞ്ഞിട്ടുണ്ട് ഞാൻ. കുറേ ഇൻ്റർവ്യൂവിന് നടന്നു, ഗൾഫ് കൺട്രീസിൽ പോകാനായിട്ട്. അങ്ങനെ ഒന്നും ശരിയായില്ല. അങ്ങനെ ഡെൻമാർക്കിന് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ക്ലാസ് കാര്യങ്ങളെല്ലാം തുടങ്ങി. എന്ത് ചെയ്താൽ അപ്രൂവൽ ലെറ്റർ വരുന്നില്ല. 2025 പകുതിയായിട്ട് എനിക്ക് അപ്രൂവൽ ലെറ്റർ വരുന്നില്ല. അപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടാവുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ അടുത്ത് പോകും. ആ ചേച്ചി ഇങ്ങനെ ഉടമ്പടി എടുത്ത് സിൽവർ ഗ്രേ ആയതാണ്. അപ്പോൾ പോകുമെന്ന് പറയാണ്. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ചേച്ചി എന്നോട് പറയാണ്, നീ 7 ദിവസം കുർബാന ആണ്, 7ാമത്തെ ദിവസം നിൻ്റെ ലെറ്റർ വരുമെന്ന്. അപ്പോൾ ഞാൻ അടുത്ത പള്ളിയിൽ കുർബാന കാണാൻ തുടങ്ങി. അപ്പോൾ കറക്റ്റ് 7 ദിവസം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഒരു ദിവസം മുടങ്ങി, പള്ളിയിൽ ഉണ്ടായിരുന്നില്ല കുർബാന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരത്തില്ല, അത് മുടങ്ങിയില്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എത്ര നാൾ നാട്ടിലുണ്ടോ അത്രയും നാൾ ഞാൻ മുടങ്ങാതെ കുർബാന കാണുമെന്ന് നേർന്നു. അങ്ങനെ കറക്റ്റ് 7ാമത്തെ ദിവസം വൈകുന്നേരം 5 മണിക്ക് കുർബാന കണ്ട് തീർന്നിട്ട് എനിക്ക് അപ്രൂവൽ ലെറ്റർ വരികയാണ്. എൻ്റെ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു.
അത് കഴിഞ്ഞ് മെയ് 24 ഞാൻ അടുത്ത സ്വപ്നം കാണുകയാണ്, 33 എന്നുള്ള നമ്പർ, വെളുപ്പിന് 3 മണിക്ക്. ആ സ്വപ്നം കണ്ട് ഞാൻ മറന്നുപോയി. രാവിലെ കുർബാന കൂടുമ്പോൾ ഇങ്ങനെ തമ്പുരാൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഈ 33, തമ്പുരാൻ മരിച്ചത് 33ാമത്തെ വയസ്സിലാണെന്നൊരു ഉൾവിളി എനിക്ക് ഉണ്ടാവുക. അപ്പം ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഇന്ന് തൊട്ട് 33 നീ എണ്ണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എണ്ണി. ജൂൺ 25 ഈ 33 എന്നുള്ളത് ഇത് അവസാനിക്കണത്. അങ്ങനെ ജൂൺ 10 വിസയ്ക്ക് വെച്ചു. അപ്പോൾ സെയിം എൻ്റെ ഏജൻസിയിൽ നിന്ന് തന്നെ ഒരു കൊച്ചിനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു. ആളും ഞാനും ഒരുമിച്ച് വിസയ്ക്ക് വെച്ചിട്ട് ആൾക്ക് ജൂൺ 23 വിസ വന്നു. അപ്പോൾ എനിക്ക് വിസ വന്നില്ല ജൂൺ 23. അപ്പോൾ ഏജൻസിയിൽ നിന്ന് വിളിക്കണു, എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളുമായി. അപ്പോഴാണ് എനിക്കിത് ഓർമ്മ തന്നെ. എനിക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്, ജൂൺ 33 എന്നുള്ള ദിവസം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ജൂൺ 25 എനിക്ക് കറക്റ്റ് വിസ വരികയാണ്. മാതാവ് കാണിച്ചു തന്നാൽ 33 എന്നുള്ളത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്ത ടിക്കറ്റ് എടുക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ വന്ന അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ കൂടി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ നിന്ന് കരയുക, എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ മൂക്കത്ത് ഇങ്ങനെ തട്ടിയിട്ട് എന്തിനാ കരയണേന്ന് ചോദിച്ചു. ഞാൻ അങ്ങ് ആർത്ത് കരഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിട്ട് 12 ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നടക്കാത്ത കാര്യം നടക്കൂന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് നിയോഗം വെച്ച് ഈ സാറ്റർഡേ എനിക്ക് ടിക്കറ്റ് എടുത്തു. ഒക്ടോബർ 3 രാവിലെ 7 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് വേറൊരു സ്വപ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, മാതാവിൻ്റെ പെരുന്നാൾ 8-ാം തീയതി എല്ലാവരും നിയോഗം വെക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 9-ാം തീയതി തന്നാൽ മതി ടിക്കറ്റ് എടുക്കുന്നതായിട്ട്. 9-ാം തീയതി എന്തെങ്കിലും ഒരു അടയാളം തരുമെന്ന് പറഞ്ഞു. എനിക്ക് മാതാവ് 12 എന്നുള്ള ഡേറ്റ് കാണിച്ചു തന്നു. അപ്പം ഞാൻ വിശ്വസിച്ചില്ല. 12-ാം തീയതി എന്തായാലും ടിക്കറ്റ് എടുക്കില്ല. അപ്പോൾ 20 തൊട്ട് 29 വരെയുള്ള ഏതെങ്കിലും ദിവസത്തിൽ എടുക്കും. ആ 2 ഞാൻ എടുത്തു. അങ്ങനെ 11-ാം തീയതി ഫസ്റ്റ് ഏജൻസിയിൽ നിന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. 11-ാം തീയതി രാവിലെ ആദ്യം 11 മണിക്ക് വെച്ചു. അത് പിന്നെ 4 മണിക്കാക്കി, പിന്നെ രാത്രി 10 മണിക്കാക്കി. അന്ന് ആ മീറ്റിംഗ് നടന്നില്ല. കറക്റ്റ് 12-ാം തീയതി രാവിലെ 9 മണിക്കാണ് ആ മീറ്റിംഗ് നടന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്ടോബർ 9-ാം തീയതി 2024 ഞാൻ പാസ്സായതാണ്. പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ ലൈസൻസ് കിട്ടില്ല. എൻ്റെ സെയിം പേര്, എൻ്റെ പപ്പയുടെ പേര് സെയിം ആയിട്ടുള്ള ഒരാൾ, എൻ്റെ സെയിം ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു കാൻഡിഡേറ്റ്. ആൾക്ക് 4 വീലർ ഇല്ല, എനിക്ക് 2 വീലറും ഉണ്ട്, 4 വീലറും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ അപ്രൂവൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കരഞ്ഞ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ഡിസംബർ 25-ാം തീയതി ഞാൻ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് മാതാവിനോട് ചോദിച്ചു. മാതാവ് എനിക്ക് ഡിസംബർ 24-ാം തീയതി 2 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ ലൈസൻസ് അപ്രൂവൽ ആയെന്നും പറഞ്ഞ് മെസ്സേജ് തന്നു എൻ്റെ ഫോണിലോട്ട്. മൂന്നാമത്തത്, ഞാൻ BSc നഴ്സിംഗ് നല്ല മാർക്കോട് കൂടി പാസ്സായി. 4, എൻ്റെ വീട്ടിൽ പശുക്കളുള്ളതാണ്. അപ്പോൾ അവർക്കിങ്ങനെ വയ്യാതെ വരുമ്പോൾ ഉടമ്പടി ഉപ്പും തേനും തൈലമൊക്കെ പറ്റി കൊടുക്കും. പിന്നെ ഞാൻ എവിടെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ആദ്യം ഉടമ്പടി തൈലവും തേനും പറ്റിയിട്ട് പുറത്തിറങ്ങത്തുള്ളൂ. ഉപ്പ് ടിഷ്യൂല് പൊതിഞ്ഞിട്ട് എവിടെ പോവുകയാണെങ്കിലും എന്ത് കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും ഞാൻ ഇടും. പിന്നെ ഞാനും മാതാവിനോടൊരു കാര്യം ചോദിച്ചോളൂ, എൻ്റെ കൂടെ വരുമ്പോൾ മാതാവിനെ അറിയണ ഒരാളെങ്കിലും എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞു. ഡെൻമാർക്കിട്ട് ഇപ്പോൾ ടിക്കറ്റ് എടുത്തല്ലൊരു ചേച്ചി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. എല്ലാവർക്കും മാതാവിനെ അറിയാം. ഞങ്ങളൊരു 10-20 പേര് പോകുന്നുണ്ട്. ആര് മെസ്സേജ് അയച്ചാലും എന്തയച്ചാലും ഞാൻ അവരോട് അപ്പം മാതാവിനെ പറ്റി പറയും. അവർക്ക് എല്ലാവർക്കും മാതാവിനെ അറിയാം, നല്ല വിശ്വാസമാണ്. പിന്നെ ഞാൻ ബൈബിൾ ഒരു പ്രാവശ്യം ഫുള്ള് വായിച്ചു തീർന്നു. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം വായിച്ചു തുടങ്ങി. പിന്നെ പത്രം റെയിൽവേ സ്റ്റേഷനിൽ, പള്ളികളിൽ, പൊതുസ്ഥലങ്ങളിൽ എല്ലായിടത്തും കൊടുക്കും. പിന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് വളർന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, അനാഥാലയങ്ങൾ, ഓട്ടീസം ബാധിച്ച സെൻ്ററുകൾ അങ്ങനെയെല്ലാം സന്ദർശിക്കും. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ജീവിതകാലം മൊത്തം ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.